Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടീക്കാമോളോ. ഈ ടീക്കാമോളോ എന്ന് പറഞ്ഞ റൂൾ അറിയാതെ നമുക്ക് എത്ര ഗ്രാമാറ്റിക് പഠിച്ചാലും ഒരു നല്ലൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല. അപ്പം ഇതാണ് ഒരു നല്ലൊരു ടെക്സ്റ്റ് എഴുതുന്നതിൻ്റെ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാമാറ്റിക് എല്ലാം അറിയണം. അതിൻ്റെ കൂടെ ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ടീക്കാമോളോ റൂൾ നോക്കണം. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ടീക്കാമോളോ എന്ന് പറഞ്ഞാൽ ഇസ് എ ജർമ്മൻ വേർഡ് ഓർഡർ റൂൾ ഫോർ ദ മിഡിൽ ഫീൽഡ്. ഓക്കെ, മിഡിൽ ഫീൽഡിന് വേണ്ടിയാണ് എന്തിൻ്റെ ഓഫ് എ സെൻറ്റൻസ്. അപ്പം ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ ഫീൽഡിൽ, അതായത് മൊത്തം സെൻറ്റൻസിൻ്റെ അല്ല, സെൻറ്റൻസിൻ്റെ നടുക്ക് വരുന്ന വാക്കുകളുടെ ഓർഡർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ടീക്കാമോളോ എന്ന് പറയുന്ന റൂള്. ദ പാർട്ട് ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. അപ്പം എവിടെയുള്ള വാക്കുകളെയാണ് ഇത് റൂൾ ചെയ്യുന്നത്? വേർബ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വേർബ് സ്വൈറ്റ് പൊസിഷനിലാണെന്ന് നമ്മൾ എപ്പോഴും പഠിക്കുന്നുണ്ട്. വേർബ് സ്കിങ് എന്നെല്ലാം നമുക്കറിയാം അല്ലേ. അപ്പോൾ വേർബ് കഴിഞ്ഞിട്ട് ബാക്കി സെൻറ്റൻസിൻ്റെ എൻഡ് വരെയുള്ളത്, അതിൻ്റെ ഇടയിലുള്ള വാക്കുകളുടെ റൂളാണ് ഈ ടീക്കാമോളോ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ടീക്കാമോളോ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ടീ എന്ന് വെച്ചാൽ ടെമ്പൊറൽ അല്ലെങ്കിൽ ടൈം റിലേറ്റഡ്. ഓക്കെ, സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ, അതാണ് ടെമ്പറൽ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കെ എ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കോസാൽ എന്ന് വെച്ചാൽ എന്താണ്? കോസ് അല്ലെങ്കിൽ റീസൺ, ഒരു സംഭവം നടന്നതിൻ്റെ ഒരു കാരണം, അതാണ് എന്താണ്? മൊഡാലാണ്. ഓക്കെ, മൊഡാൽ എന്ന് വെച്ചാൽ മാനർ, എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു വിധം അല്ലെങ്കിൽ ഒന്നിൻ്റെ രീതി, അതാണ് മൊഡാൽ. ലൊക്കാൽ എന്ന് വെച്ചാൽ പ്ലേസ്, എവിടെ വെച്ചാണ്, സ്ഥലം അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോണത്. അപ്പം സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെൻറ്റൻസിലുണ്ടെങ്കിൽ ആദ്യം സമയം, പിന്നെ കാരണം, പിന്നെ അതിൻ്റെ വിധം അല്ലെങ്കിൽ രീതി, എന്നിട്ട് സ്ഥലം. ഈ ഒരു ഓർഡറിലായിരിക്കണം സെൻറ്റൻസിൽ ഓരോ ഫ്രേസസും വരുന്നത്. അപ്പം ഇതൊക്കെ ഓരോ സെൻറ്റൻസസ് വരുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സിമ്പിൾ ടേംസിൽ ഇതെങ്ങനെയാണ്, ടീക്കാമോളോ എന്താണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, വെൻ യു ഹാവ് മൾട്ടിപ്പിൾ അഡ്വേർബ്സ് ഓർ ഫ്രേസസ് ഇൻ എ സെൻറ്റൻസ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെൻറ്റൻസിൽ പറയാനുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. എന്താണ് റൂള്? ആദ്യം സമയം, ടൈം പറയുക. രണ്ടാമത് റീസൺ അല്ലെങ്കിൽ കാരണം എന്താണെന്ന് പറയുക. മൂന്നാമത് മാനർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുക. നാലാമത് പ്ലേസ്, എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് പറയുക, അല്ലെങ്കിൽ എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മളുടെ സെൻറ്റൻസിൽ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിലായിരിക്കണം കാര്യങ്ങൾ വരേണ്ടത്. മാത്രമല്ല, ഇതിലിപ്പോൾ ഒരു കാര്യം ഇല്ല എന്ന് വിചാരിച്ചോ, എന്നാലും ഇപ്പം ഫോർ എക്സാമ്പിൾ റീസൺ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ടൈം, മാനർ, പ്ലേസ്. ഓക്കെ, ഈ ഓർഡർ ഒരിക്കലും മാറില്ല ടീക്കാമോളോണ്ട്. അങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം എങ്ങനെയാണ് അല്ലെങ്കിൽ ടെമ്പൊറൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? സമയമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം സമയം ഹോയ്റ്റെ, എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നാണോ? ഹോയ്റ്റെ ടുഡേ. മോർഗൻ ടുമോറോ ആണോ? അല്ലെങ്കിൽ ആക്തുവർ, സമയം കറക്റ്റ് സമയം 8 മണിക്കാണോ? അല്ലെങ്കിൽ ഗെസ്റ്റേൺ അങ്ങനെ. അപ്പോൾ എപ്പോൾ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുവാണെങ്കിൽ അപ്പം ആ സെൻറ്റൻസിൽ അതിലുള്ള ഉത്തരം എന്താണോ അതാണ് ടെമ്പൊറൽ. ഓക്കെ, ഇനി കൗസാൽ എന്ന് വെച്ചാൽ റീസണാണ്, കാരണമാണ് അല്ലേ, കോസാണ്. അപ്പോൾ വൈ, എന്തുകൊണ്ട്. അപ്പം നമ്മളൊരു സെൻറ്റൻസിൽ ഉള്ള ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം ആ സെൻറ്റൻസിനോട് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ കൗസാൽ, അതിൻ്റെ റീസൺ. ഇപ്പം വേഗൻ ദസ് വെറ്റേഴ്സ്, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ വെതർ. ഔസ് ലീബ്, ഔട്ട് ഓഫ് ലവ്. ഇതൊക്കെ ആയിരിക്കും കേട്ടോ, 1-2 ചെറിയ എക്സാമ്പിൾസ് എടുത്തിട്ടതാണേ. ഇനി മൊഡാൽ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിച്ചു, ഏത് വിധേന അത് സംഭവിച്ചു എന്ന് പറയാനാണ് മൊഡാൽ അല്ലേ. അപ്പം ഹൗ എന്നൊരു ചോദ്യം ആ സെൻറ്റൻസിനോട് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം അതിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മൊഡാൽ അല്ലേ. അപ്പം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അപ്പം ഇത് അങ്ങനെ മാത്രമല്ല. അപ്പം നമ്മൾക്ക് നോക്കുവാണെങ്കിൽ മിഡ് ഡേ ബുസ്. ഓക്കെ,
അപ്പം മിറ്റ് ഡേം ബുസ് എന്ന് പറയുമ്പോൾ ബസ്സിലാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ ഷ്നെൽ ക്വിക്ക്ലി, ഞാൻ വേഗത്തിലാണ് വന്നത്. അലൈൻ ഒറ്റയ്ക്കാണ് വന്നത്. ഗേൺ വളരെ സന്തോഷത്തിലാണ് വന്നത്. ഇതെല്ലാം നമുക്ക് ഹൗ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരവല്ലേ. ഓക്കെ, ഇനി ലൊക്കാൽ അല്ലെങ്കിൽ പ്ലേസ് സ്ഥലം. അപ്പം അതിനൊരു ചോദ്യമുള്ളൂ, എവിടെ അല്ലേ, എവിടെ വെച്ച് നടന്നു അല്ലെങ്കിൽ എവിടെ ആയിരുന്നു, എല്ലാം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉള്ള ഉത്തരവാണ് ലൊക്കാൽ വരുന്നത്. അപ്പം നാ ഹൗസെ, നീ എവിടേക്കാണ് പോകുന്നത്, വീട്ടിലേക്കാണ് പോകുന്നത്. നാ ഹൗസെ ഇൻ ബെർലിൻ, അപ്പം ബെർലിനിൽ ഒരു സ്ഥലത്ത്. സുവ ഷൂള് സ്കൂളിലേക്ക്. അപ്പം ഇതെല്ലാം സ്ഥലങ്ങളാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മൾ ഈ ഒരു എടുത്തിട്ടുള്ള സെൻറ്റൻസിൽ 4 കേസും ഉണ്ട് കേട്ടോ. ടീയും കായും മോയും ലോയും വരുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ 4 എക്സാമ്പിളും എപ്പോഴും, അതായത് ഈ 4 കേസും എപ്പോഴും വരണമെന്നില്ല. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിളിൽ നമുക്ക് ഇന്ന് 4 ഉള്ള ഒരു കേസ് നോക്കാം. അപ്പം ഇഷ് ഫാര മോഗൻ വേഗൻ്റെ ആബൈറ്റ് മിറ്റ് ഡെം സൂഗ് നാഹ് ബെർലിൻ. ഇഷ് ഫാര മോഗൻ, ഞാൻ നാളെ പോകുന്നു. വേഗൻഡേർ ആർബൈറ്റ്, ജോലിക്ക് വേണ്ടി. മിറ്റ് ഡെം സൂഗ്, എന്താണ്, ട്രെയിനിൽ. നാഹ് ബെർലിൻ, എങ്ങോട്ടാണ് പോകുന്നത്, ബെർലിനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ് എന്ന് വെച്ചാൽ സബ്ജക്റ്റാണ്, ഞാനാണ് പോകുന്നത്. ഫാര എന്ന് വെച്ചാൽ വേർബാണ്, രണ്ടാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, ഇതുവരെ നമുക്കറിയാം. ഇനിയാണ് നമ്മൾ ടീക്ക മോളോ എന്ന് പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിൽ ടി എന്ന് പറയുന്ന ടൈമിൻ്റെ ഒരു ഇത് എവിടെയാണ് കിടക്കുന്നത്, മോർഗൻ ആണല്ലേ. ടൈം മോർഗൻ. ഓക്കെ, ഇനി കായാണ് അടുത്തത് വരുന്നത്. കാ എന്ന് പറഞ്ഞാൽ റീസൺ ആണ്. അപ്പം എന്തിനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം കാ ആണ് റീസൺ. റീസൺ ഇവിടെ എന്താണ്, വേഗൻഡേർ ആർബൈറ്റ്. അപ്പം ജോലിക്ക് വേണ്ടിയാണ് പോണത്, വെറുതെ ഫ്രണ്ടിനെ കാണാനോ അല്ലെങ്കിൽ പേരൻസിനെ കാണാനോ പോവുമല്ല. വേഗൻഡേർ ആർബൈറ്റ്, അപ്പം ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത്. അടുത്തത് നമുക്ക് മോ നോക്കാം. മോ എന്ന് പറഞ്ഞാൽ മാനറാണ്, എങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ കാർ ഓടിച്ചാണോ പോണേ, അല്ല. മിറ്റ് ഡെം സൂഗ്, അപ്പം കാർ ഓടിച്ച് പോവാം എനിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് പോവാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാനർ, ഈ ഒരു ഏത് വിധേനയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിലാണ് പോകുന്നത് അല്ലേ. മിറ്റ് ഡെം സൂഗ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ മോ അല്ലെങ്കിൽ മാനർ. ഇനി ലോ എന്താണെന്ന് നോക്കാം. ലോ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. പ്ലേസ് എവിടേക്കാണ്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പറയുന്ന സ്ഥലം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം എവിടേക്കൊന്നും ആവണമെന്നില്ല, ഏത് സ്ഥലമാണോ, അതായത് ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സംഭവം വിവരിക്കുകയാണ്, അത് എവിടെ വെച്ച് നടന്നു, അതും ആയിരിക്കാം. എന്താണെങ്കിലും ലൊക്കേഷൻ, നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസിൽ വരുന്ന ലൊക്കേഷനാണ് ലോ. ഓക്കെ, പ്ലേസ് എവിടെയാണ് ഞാൻ പോകുന്നത്, എങ്ങോട്ടാണ്, നാഹ് ബെർലിൻ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ. ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ടി കാ മോ ലോ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിലായിരിക്കില്ല നമ്മൾ സെൻറ്റൻസ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കുവാണെങ്കിൽ, ഞാൻ നാളെ ജോലി കാരണം ട്രെയിനിൽ ബെർലിനിലേക്ക് പോകുന്നു, അങ്ങനെ നമ്മൾ മലയാളത്തിൽ എന്തായാലും പറയില്ല അല്ലേ. അപ്പം ഇഷ് ഫാര മോഗൻ വേഗൻഡേർ ആർബൈറ്റ് മിറ്റ് ഡെം സൂഗ് നാഹ് ബെർലിൻ. അപ്പം ടി കാ മോലോ 4 കേസും വരുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പം ഞാൻ നാളെ ജോലി കാരണം ട്രെയിനിൽ ബെർലിനിലേക്ക് പോകുന്നു. നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇത് നേരെ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാമർ സെൻറ്റൻസ് സ്ട്രക്ചർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പം ടി കാ മോളോ ആലോചിച്ചിട്ട് ജർമ്മനിലേക്ക് എഴുതണം കേട്ടോ. അപ്പം അല്ലെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എഴുതി നോക്കുക, ടീക്ക മോളോ റെഡി ആയോന്ന്. അപ്പോൾ പിന്നെ പതുക്കെ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മുടെ മൈൻഡിൽ ഉറയ്ക്കും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇത് എക്സാമ്പിൾ വിത്ത് ടൈം മാനർ പ്ലേസ് ആണ്. ടി മോ ലോ. ഓക്കെ, ഇതാണ് മോസ്റ്റ് കോമൺ. 95% കേസിലും 4 ഒരുമിച്ച് വരില്ല, ഇത് 3 ആയിരിക്കും വരിക കേട്ടോ. അപ്പം നമ്മുടെ എക്സാമ്പിൾ ഇഷ് ഗെയർ ഹോയ്റ്റെ മിറ്റ് മൈനം ഫ്രോയിൻഡ് ഇൻ സ്കീനോ. ഇഷ് ഗെയർ, ഞാൻ പോകുന്നു, അത് സബ്ജക്റ്റ് വേർബ്. ഇനിയാണ് നമ്മുടെ ടീക്ക മോളോ റോള് നോക്കുന്നത്. അപ്പം ടി എന്താണ്, ഹോയ്റ്റെ ഇന്ന് അല്ലേ. ഞാൻ എങ്ങനെയാണ് പോകുന്നത്, മിറ്റ് മൈനം ഫ്രോയിൻഡ് ആണല്ലേ, എൻ്റെ ഫ്രണ്ടിനോടൊപ്പമാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇനി എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, ഇൻ സ്കീനോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അല്ലേ. ലോ എവിടെയാണ് സംഭവം നടക്കുന്നത്, പ്ലേസ് എന്ന് പറയുന്നത് ഇൻ സ്കീനോ ആണ്. അപ്പം ഹോയ്റ്റെ മിറ്റ് മൈനം ഫ്രോയിൻഡ് ഇൻ സ്കീനോ. ഹോയ്റ്റെ ആണ് നമ്മുടെ ടി, മിറ്റ് മൈനം ഫ്രോയിൻഡ് ആണ് മോഡസ്. ഇനി ഇൻ സ്കീനോ ആണ് നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത്, ലോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനോടൊപ്പം സിനിമയ്ക്ക് പോകുന്നു.
ഓക്കെ. അപ്പം ഇവിടെ കീനോ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് സിനിമ തിയേറ്ററാണ് കേട്ടോ, തിയേറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ടി മോ ലോ എന്ന് പറഞ്ഞൊരു യൂസേജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ ലോ ടീയും ലോയും മാത്രം വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. ഓക്കെ. സി കോംറ്റ് മോഗൻ നാഹ് കേരള. അപ്പം സി കോംറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സബ്ജക്റ്റും വേർബും. മോഗൻ എന്താണ്? ടീ ആണ് അല്ലേ, ടൈമാണ് ഇവിടെ. നാഹ് കേരള എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേഷനാണ് അല്ലേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കേരളയിലോട്ടാണ് പോകുന്നത്. അപ്പം അവൾ നാളെ കേരളത്തിലേക്ക് വരുന്നു. അപ്പം സി കോംറ്റ് മോഗൻ നാഹ് കേരള. ഈ ഒരു യൂസേജ് മനസ്സിലായല്ലോ, ടീയും ലോയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മോയും ലോയും വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. എർ ഫെയർട്ട് മിറ്റ് ഡേം ഔട്ടോ zur Arbeit. അപ്പോൾ ഇതിൽ എന്താണ്? എയർ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഫെയർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വേർബാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. മിഡ് ടേം ഔട്ടോ എന്ന് വെച്ചാൽ എന്താണ്? മിഡ് ടേം ഔട്ടോ സമയമല്ലല്ലോ. അപ്പം എങ്ങനെയാണ് പോകുന്നത്? ഏത് വിധേനയാണ് പോകുന്നത്? അത് നമ്മുടെ മോ ആണ്. ഇനി സ്വ ആബൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എങ്ങടാണ് പോകുന്നത് അല്ലേ? അപ്പം ജോലിക്കാണ് പോകുന്നത്, അതാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ. അപ്പം അതാണ് ലോ. ഓക്കെ. അപ്പം നമുക്കിവിടെ മോയും ലോയേ ഉള്ളൂ. ഓക്കെ. അപ്പം മിഡ് ടേം ഔട്ടോ സ്വ ആബൈറ്റ്. അപ്പം മോ ലോ ഉള്ള കേസസ് കണ്ടു. അവൻ കാറിൽ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ജോബിലേക്ക് പോകുന്നു. അപ്പം അവൻ കാറിൽ ജോലിക്ക് പോകുന്നു. അപ്പം ഈ ഒരു കേസിൽ എന്താണ്? മോയും ലോയും ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ടി കാ മോ ലോ എന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങളും ഒരു സെൻറ്റൻസിൽ ഈ ഓർഡറിലാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസസും നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും ജർമ്മനിൽ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ടി എന്ന് വെച്ചാൽ ടെമ്പൊറലാണ്, കാ എന്ന് വെച്ചാൽ കൗസാലാണ്, മോ എന്ന് വെച്ചാൽ മൊഡാലാണ്, ലോ എന്ന് പറഞ്ഞാൽ ലൊക്കാലാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സമയം, റീസൺ, എന്തുകൊണ്ടാണ്, കാരണം, എങ്ങനെ, ഏത് വിധേനയാണ്, എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. ഈ ഒരു ഓർഡറിലാണ് ജർമ്മനിൽ സെൻറ്റൻസ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ടീക്ക മോലോ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.